നമസ്കാരം, ഞാൻ അജ്മൽ ലൂക്കോസ്, ASM ബിഷപ്പ്. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മുള്ളാത്ത എന്നറിയപ്പെടുന്ന ഒരു സസ്യമാണ്. ഈ സസ്യത്തിൽ ധാരാളം വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൊട്ടാസ്യം, സിങ്ക് തുടങ്ങിയ ധാതുലവണങ്ങൾ അതിനകത്ത് ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രൂട്ട്സ് നല്ല പുളിയും മധുരവും ഉള്ളതാണ്. അത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രൂട്ട്സ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല എനർജി കിട്ടുമെന്നും മാത്രമല്ല നമ്മുടെ പ്രതിരോധ ശക്തി കൂട്ടാൻ ഉപകരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഇലയൊക്കെ നല്ല മണമാണ്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട്, കാട്ടാക്കട, ആര്യനാട്, നെയ്യാറ്റിൻകര തുടങ്ങിയ പ്രദേശങ്ങളിൽ വളരെ സുലഭമായി ഈ സസ്യം കാണപ്പെടുന്നുണ്ട്. വളരെ ടേസ്റ്റിയായ ഈ ഫ്രൂട്ട് നമ്മൾ കഴിക്കുമ്പോൾ വളരെ സൂക്ഷിക്കുക. നമ്മളൊരു സ്ഥിരമായി ഫ്രൂട്ട്സ് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇങ്ങനെയുള്ള ദുരൂഹത നിലനിൽക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ഫ്രൂട്ട്സ് ധാരാളമായി കഴിക്കാതിരിക്കുക. എന്നാലും കഴിക്കുന്നതിൽ വലിയ ദോഷമില്ല എന്ന് തന്നെയാണ്. കൂടുതലായി കഴിക്കാതിരിക്കുക. എന്തായാലും നമുക്ക് ഈ സസ്യത്തെ നമുക്ക് പോയി കാണാം. നല്ല ഫ്രൂട്ട്സുമായിട്ടൊക്കെ വളരെ ഭംഗിയായി പഴുത്ത ഫ്രൂട്ട്സെല്ലാം അതിനകത്തുണ്ട്. മാത്രമല്ല നമുക്ക് അതിൻ്റെ ഓരോ ഘട്ടങ്ങളായി കാണാൻ പറ്റും. അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ. നമുക്ക് നേരെ മുള്ളാത്തെ കാണാം. ഓക്കെ, ഇതാണ് മുള്ളാത്ത എന്നറിയപ്പെടുന്ന സസ്യം. ഇത് അതിൻ്റെ ഇലകളാണ്. കണ്ടോ? ഇതിൻ്റെ ഇലകളൊക്കെ നല്ല മണമാണ്. മാത്രമല്ല ഏകദേശം ഒരു 10-15 അടിയോളം പൊക്കത്തിൽ വളരുന്ന ഒരു സസ്യമാണിത്. ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിൻകര, കാട്ടാക്കട, അതുപോലെ ആര്യനാട് തുടങ്ങിയ പ്രദേശങ്ങളിൽ വളരെ സുലഭമായി കാണപ്പെടുന്നുണ്ട്. കണ്ടോ? ഈ കാണുന്നതാണ് ഒരു വിളവ് മൂത്ത ഒരു ഫ്രൂട്ട്. കണ്ടോ? ഇതിന് മുള്ളുള്ളത് കൊണ്ടായിരിക്കണം ഇതിന് മുള്ളാത്ത എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉണ്ടോ? ഒരുപാട് കായുണ്ട്. ഇത് മുള്ളാത്തയുടെ കായാണ്. അപ്പോഴിതിൻ്റെ ഇലകൾ ഉപയോഗിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റിനൊക്കെ ഉപയോഗിക്കുമെന്ന് പറയണം. ക്യാൻസർ ചികിത്സയൊക്കെ ഉപയോഗിക്കുന്നു. അതൊക്കെ ശരിയാണോ എന്ന് അറിയില്ല. പക്ഷേ ഇതിൻ്റെ കായകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. ചോദിച്ചപ്പോൾ അതിൻ്റെ റിസർച്ച് വർക്കിനാണെന്ന് പറയണം. അപ്പോഴിത് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരുന്നുണ്ട്. കണ്ടോ? ഇതുപോലുള്ള കായ് ഇതിനകത്തുണ്ടാവും. പക്ഷേ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ അകവശം നമുക്ക് നോക്കാം. ഈ ഫ്രൂട്ട്സ് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ അകവശം നമുക്ക് നോക്കാം. നോക്കട്ടെ, എടുക്കാൻ പറ്റുന്നില്ല. എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇതൊരു ഫ്രൂട്ട്സ് നമ്മുടെ കയ്യിലൊന്ന് ചാടിയിട്ടുണ്ട്. കണ്ടോ? ഇതാണ് ഈ ഒരു ഫ്രൂട്ട്. ഇതാണ് കണ്ടോ? ഇതിൻ്റെ അകവശം ഇത് കിളികൾ കഴിച്ചതാണ്. പക്ഷെ ഇതിൻ്റെ അകവശം കണ്ടോ? ഇതുപോലെയുള്ള വെള്ള നിറത്തിലായിരിക്കും ഇരിക്കുക. ഭയങ്കര പുളിയായിരിക്കും ഇത്. കണ്ടോ? ഇത് പഴുത്ത ഒരു ഫ്രൂട്ടാണ്. ഇതിനെയാണ് നമ്മൾ മുള്ളാത്ത എന്ന് തിരുവനന്തപുരംകാർ പറയാറുള്ളത്. കണ്ടോ? ഇതിൻ്റെ ചെടി ഇതാണ്. പിന്നെ മുള്ളാത്ത തിരിച്ചറിയുക. കാരണം ഇത് കൂടുതൽ കഴിക്കാതിരിക്കുക. കാരണം ഇതിൽ അസിഡിറ്റി പവർ കൂടുതലാണ്. അതുകൊണ്ട് ഈ അൾസറുള്ളവരും അതുപോലെ നെഞ്ചരിപ്പുള്ളവരും കഴിക്കാതിരിക്കുക. മാത്രമല്ല ഇത് മുഴുവനും കഴിക്കരുത്. കണ്ടിന്യൂസ് ആയിട്ട് ഫ്രൂട്ട്സ് ഉപയോഗിക്കരുതെന്നാണ് പറയുന്നത്. മീഡിയാസിലൊക്കെ അങ്ങനെ പറയുന്നത്. ഇതിൻ്റെ 4 ഭാഗം മതിയാവും നമ്മുടെ ശരീരത്തിന് ആവശ്യമായ വൈറ്റമിൻ സി ഒക്കെ ഇതിനകത്തുള്ളത് കൊണ്ട് കൂടുതൽ കഴിക്കാതിരിക്കുക. എന്തായാലും വളരെ നല്ല രുചികരമായ ഒരു ഫ്രൂട്ടാണ്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് വയ്ക്കുക. കണ്ടു കഴിഞ്ഞാൽ വിടരുത്, ഒന്ന് കഴിച്ചു നോക്കണം. കാരണം നല്ല ഫ്രൂട്ടാണ്. ഓക്കെ, ഇനി അടുത്തൊരു വീഡിയോ ആയി നമുക്ക് കാണാം. സൈനിങ് ഓഫ് അജ്മൽ ലൂക്കോസ്, ASM.